ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം നിറച്ചത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് വെള്ള അവൽ കുതിർത്തതും 1 കപ്പ് തേങ്ങയും 1 സ്പൂൺ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതും 1/2 സ്പൂൺ ഈസ്റ്റും 1/4 കപ്പ് പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ചൂടുള്ള സ്ഥലത്ത് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് 1 സ്പൂൺ നെയ്യും 1/4 കപ്പ് ശർക്കരയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതും തേങ്ങ ചിരികിയതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ വറ്റുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. 3 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ നന്നായി മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അതിലേക്ക് പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് മുകളിലായിട്ട് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് 20 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴും നമ്മുടെ ടേസ്റ്റി വട്ടയപ്പം നിറച്ചത് റെഡി ആയിട്ടുണ്ട്.